ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ കേരളത്തിൻ്റെ ഭാവഗായകനാണ്, പാട്ടുകൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിച്ച ഗായകനാണ്. ഒരുപാട് നിത്യഹരിത ഗാനങ്ങൾ ബാക്കിയാക്കിയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. തീർച്ചയായും അതിര നികത്താനാവാത്ത നഷ്ടമാണ് മലയാള സിനിമാ ഗാനത്തിനും മലയാള സിനിമാ ഗാനരംഗത്തിനും മലയാള സിനിമാ മേഖലയ്ക്കുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്ന അനുഗ്രഹീത ഗായകൻ ഇനിയില്ല എന്നുള്ളത് നമുക്ക് വിഷമത്തോടു കൂടിയാണെങ്കിലും അത് ഓർക്കേണ്ടി വരുന്നത്. ഇന്നലെ വൈകുന്നേരം 7:54 കൂടിയാണ് അദ്ദേഹം ഈ തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജിൽ വെച്ച് ദീർഘനാളുകളായി അസുഖബാധിതനായിരുന്നു, ക്യാൻസർ രോഗബാധിതനായിരുന്നു, കരൾ രോഗപ്പെട്ടു. അവസാന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഇതെല്ലാം ആയിരിക്കുമ്പോഴും അവശതകൾക്കിടയിൽ അവസാന കാലഘട്ടത്തിലും സംഗീത രംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു എന്ന് വേണം പറയാൻ. തീർത്തും കിടപ്പിലായി പോകുന്ന ഒരു സമയം വരെയും 2024 തന്നെയും 3 ഗാനങ്ങൾക്ക് അദ്ദേഹം ശബ്ദം നൽകി എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പി തന്നെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അത്രയും വാർദ്ധക്യകാലത്തും അവശതയിലുമെല്ലാം പാട്ടിനെ കൈവിടാതെ പാട്ടിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച അനുഗ്രഹീത ഗായകൻ ഇനിയില്ല എന്ന് പറയേണ്ടി വരുന്നത് വളരെ വിഷമത്തോടു കൂടിയാണ്. ഇന്നലെ ആണ് അദ്ദേഹം അന്തരിക്കുന്നത്. വൈകിട്ട് 7:54 കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ അദ്ദേഹം മരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കാലത്തിലേറെയായി അദ്ദേഹം ആശുപത്രിയിൽ രോഗം മൂർച്ഛിച്ച് ചികിത്സയിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. അത്തരം സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച അനുഗ്രഹീത ഗായകൻ, ഭാവഗായകൻ പിന്നെയും മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും നൽകിയിരുന്നു. അത്തരം പ്രതീക്ഷകളെയൊക്കെ അസ്തമിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് കഴിഞ്ഞ ദിവസം വരെയും ബുധനാഴ്ച വരെയും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ബുധനാഴ്ച വൈകിട്ടോടുകൂടി ഡിസ്ചാർജ് വാങ്ങി പോവുകയായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ കഴിഞ്ഞു വരുന്നതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വീണ്ടും അനുഭവപ്പെട്ടു. വീട്ടിൽ അവശനിലയിലായി. തുടർന്ന് ബന്ധുക്കളും ഭാര്യയും മറ്റും ചേർന്നാണ് ആശുപത്രിയിലേക്ക് 7 മണിയോടുകൂടി എത്തിക്കുന്നത്. 7 മണിയോടുകൂടി അദ്ദേഹം എത്തിച്ച് അല്പസമയത്തിനകം തന്നെ അന്ത്യം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നമ്മളെ ഇന്നലെ അറിയിച്ചത്. ദീർഘനാളുകൾ അസുഖബാധിതനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ക്യാൻസർ രോഗത്തെ അതിജീവിച്ച് വീണ്ടും പാട്ടിൻ്റെ വഴിയിലേക്ക് മടങ്ങിയെത്തി ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ അവസാന കാലത്തും അദ്ദേഹം ഗാനങ്ങളായി ആലപിച്ച് പുറത്തിറക്കി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരുന്നു. അത്തരത്തിൽ നമ്മളോട് പ്രതികരിച്ച ശ്രീകുമാരൻ തമ്പി ഇന്നലെ വ്യക്തമാക്കിയത് 80-ാം വയസ്സിൽ അദ്ദേഹം പാടിയ പാട്ടുകൾ, അത് 3 പാട്ടുകൾ ഈ വർഷം 2024 അദ്ദേഹം പാടി എന്ന് പറയുമ്പോഴും അത്ഭുതത്തോടു കൂടി മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസമായിരുന്നു പി ജയചന്ദ്രൻ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒരാൾ കൂടി വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്കറിയാം 1944 മാർച്ച് 3 എറണാകുളം രവിപുരത്ത് അദ്ദേഹം ജനിക്കുന്നത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ, സംഗീത പാരമ്പര്യമുള്ള തലമുറയുടെ പിന്മുറക്കാരനായി അദ്ദേഹം ജനിക്കുന്നു. എറണാകുളത്തു നിന്നും തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലേക്ക് കുടുംബം വീട് വിട്ട് മാറുന്നു, അവിടെ താമസം മാറ്റുന്നു. അവിടെ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലും സെൻറ് ജോസഫ് സ്കൂളിലുമൊക്കെയായി പഠനം പൂർത്തീകരിച്ച് ചെന്നൈയിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനായിട്ടായിരുന്നു പി ജയചന്ദ്രൻ ആദ്യം ജീവിതത്തിലെ കരിയറിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. അവിടെ നിന്നൊരു പാട്ടുകാരനായി മാറുന്നത് തികച്ചും അവിചാരിതമായി എന്ന് വേണം പറയാൻ എന്നാവില്ല. കാരണം നമുക്കറിയാം 1958 2ാം സ്കൂൾ കലോത്സവത്തിൽ മികച്ച ലളിത ഗായകനുള്ള അല്ലെങ്കിൽ മികച്ച പ്രകടനം നടത്തി മെച്ചപ്പെട്ട നിലയിൽ ഒന്നിലേറെ സംഗീത ശാഖകളിൽ മികച്ച പ്രകടനം നടത്തി യേശുദാസിനൊപ്പം പ്രതിഭ തെളിയിച്ച് സംഗീത രംഗത്തേക്ക് വന്നതാണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹം പഠനത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്നു. അവിടെ നിന്നും ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ചെന്നൈയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലിക്കാരനായി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ഗാനമേളയിൽ അവിചാരിതമായി പാടുമ്പോൾ ആ ഗാനമേളയിലെ ഗാനാലാപനത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ സംഗീത വഴിയിലേക്കുള്ള വലിയ മുന്നേറ്റം, ചുവടുവയ്പ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. 22ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യ ഗാനം പാടുന്നത്. പക്ഷേ ആ ഗാനം സിനിമ പുറത്തിറങ്ങിയില്ല. തൊട്ടടുത്ത് കളിത്തോഴലിലൂടെ മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്നുള്ള മനോഹരമായ ഗാനത്തോടുകൂടി, നിത്യഹരിത ഗാനത്തോടുകൂടി തൻ്റെ അരങ്ങേറ്റം തുടക്കം സിനിമയിൽ കുറിക്കുന്നു. അതിനുശേഷം ഈ അവസാന കാലം വരെയും
അദ്ദേഹം പാടുന്നു. 16,000-ത്തിലധികം പാട്ടുകൾ ഇന്ത്യയിലെ തെന്നിന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദിയിലടക്കം 16,000-ത്തോളം പാട്ടുകൾ പാടി ഒരു പാൻ ഇന്ത്യൻ സിംഗർ എന്നുള്ള നിലയിൽ വലിയ ഒരു സ്ഥാനം ഇന്ത്യൻ സംഗീതത്തിൽ അദ്ദേഹത്തിന് ഉറപ്പിക്കാനായി. നമുക്കറിയാം, വളരെ വ്യത്യസ്തങ്ങളായ ഭാവമധുരമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത്. അത്തരത്തിൽ സംഗീത ശാഖയിൽ അനുഗ്രഹീതനായ ഗായകൻ്റെ ശബ്ദം അത് അധികമാർക്കും അവകാശപ്പെടാനില്ലാത്ത, അധികമാർക്കും അനുകരിക്കാനാവാത്ത ശബ്ദമായിരുന്നു എന്നുള്ളതാണ് പി ജയചന്ദ്രൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മലയാളികൾ ഓർത്തെടുക്കുന്ന എല്ലാ ഗാനങ്ങൾക്കും തലമുറ വ്യത്യാസമില്ലാതെ അദ്ദേഹം തൻ്റെ ശബ്ദങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്. കുഞ്ഞാലി മരക്കാരിൽ നിന്നും തുടങ്ങിയ ഒരു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നുള്ള വളർച്ച അദ്ദേഹം 2024 വരെയും തുടർന്നു എന്നുള്ളത് നമുക്ക് അറിയാം. ഇതിനോടകം തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ജയചന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൻ തുമ്പുകളിലേക്ക് ഓടിയെത്തുന്ന ഒട്ടേറെ ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളുടെ ഭാവങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി എന്തുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും മറ്റ് ഗായകരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് മലയാള സിനിമയിൽ എപ്പോഴും, മലയാള പിന്നണി ഗാന രംഗത്ത് എപ്പോഴും ഒരു ഒറ്റയാൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒറ്റയാൻ്റെ നിലപാടുകളുമായി നിന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. നിലപാടുകളും തൻ്റെ തുറന്ന പറച്ചിലുകളും ഒക്കെയായി സിനിമാ രംഗത്ത് സജീവമായിരുന്നു. പലപ്പോഴും മുൻചുണ്ടിക്കാരൻ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മുഖം നോക്കാതെ ആളുകളോട് തനിക്കുള്ള പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ആ ദേഷ്യമാണെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ വിയോജിപ്പാണെങ്കിൽ വിയോജിപ്പ് അത് പ്രകടിപ്പിച്ച് പോരുന്ന പി ജയചന്ദ്രനെ കുറിച്ചാണ് എല്ലാവരും ഓർക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണ് മുൻചുണ്ടിക്കാരനാണെന്ന് പറയുമ്പോഴും ഏറ്റവും ഒരു അടുപ്പം പുലർത്തിയിരുന്ന ഹൃദയം എല്ലാവരോടും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളതായിരുന്നു പ്രത്യേകത. ഇന്നലെ നമ്മളോട് സംസാരിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞത്, പി ജയചന്ദ്രൻ എന്ന മനുഷ്യനെ തൃശ്ശൂർകാർക്ക് അറിയണമെങ്കിൽ അദ്ദേഹം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം, സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന വഴികളിലും ഇടങ്ങളിലുമെല്ലാം പി ജയചന്ദ്രനെ കാണാമായിരുന്നു. മാർക്കറ്റിൽ കാണാമായിരുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ പോകുന്ന ബസ് സ്റ്റാൻഡിൽ കാണാമായിരുന്നു. അത്തരത്തിൽ സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി നിന്ന് പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു മനുഷ്യൻ്റെ വിയോഗം കൂടിയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരത്തിൻ്റെ ഇടപെടലുകൾ നടത്തുന്നതിലും സജീവമായി സാന്നിധ്യമായി അദ്ദേഹം ആരോഗ്യമുള്ളിടത്തോളം കാലം നിലനിന്നു, അല്ലെങ്കിൽ തുടർന്നു പോന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, 1958 സ്കൂൾ കലോത്സവത്തിൽ യേശുദാസിനൊപ്പം പ്രതിഭ തെളിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന അദ്ദേഹത്തെ എപ്പോഴും ഒരു വശത്ത് യേശുദാസിനെ നിർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹവുമായി അത്തരത്തിൽ, അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള, തുലനം ചെയ്തുകൊണ്ടുള്ള വർത്തമാനങ്ങളും സംഗീത ചിന്തകളും മറ്റും നടന്നിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. യേശുദാസ് എല്ലാത്തരം ശാസ്ത്രീയ സംഗീതത്തിലടക്കം എല്ലാത്തരം ഗാനങ്ങളും കൊണ്ടും മലയാളികളുടെ മനസ്സിലിടം പിടിച്ചപ്പോൾ ഭാവഗായകൻ എന്നുള്ള നിലയിൽ ഭാവഗാനങ്ങൾ പാടിക്കൊണ്ട് അദ്ദേഹം പി ജയചന്ദ്രൻ മനസ്സിൽ ഇടം നേടിയ ഓരോ മനുഷ്യൻ്റെയും ഓരോ മലയാളിയുടെയും അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ, പാടിയിട്ടുള്ള ഗാനങ്ങളൊക്കെ നമുക്കറിയാം. വിവിധ ഭാഷകളിലായി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും തമിഴിലുമൊക്കെയായി 16,000-ൽ പരം ഗാനങ്ങൾ എന്നുള്ളത് അസൂയാവഹമായ ഒരു നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു സംഖ്യയാണ്. ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഒരു ഗായകനും ഇത്രയേറെ ഗാനങ്ങൾ ഇത്രയേറെ ഭാഷകളിൽ പാടാൻ കഴിഞ്ഞിട്ടുണ്ടാവണമെന്നുമില്ല. ജയചന്ദ്രൻ്റെ ഒരു ഒരു സംഗീത വഴിയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം 300-ൽ പരം പാട്ടുകളുടെ റെക്കോർഡിംഗ് നടത്തിയ ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. അതായത് ഒരു ദിവസത്തിൽ, വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും ഗാനം പാടി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത ഒരു ഗായകൻ എന്നുള്ള അപൂർവ നേട്ടവും ഖ്യാതിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ സംഗീത വഴികൾ തിരഞ്ഞാൽ നമുക്ക് കാണാനാകും. ഏതായാലും മലയാളികൾക്ക് നികത്താനാവാത്തൊരു നഷ്ടം, മലയാള സംഗീതത്തിന് നികത്താനാവാത്തൊരു നഷ്ടമുണ്ടായിരുന്നു. ജയചന്ദ്രൻ്റെ ശബ്ദത്തിൽ വരാത്ത ഭാവങ്ങളില്ല. എല്ലാ തരത്തിലുള്ള ഹൃദയവികാരങ്ങളെയും മനുഷ്യവികാരങ്ങളെയും എല്ലാം പാട്ടിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് മലയാളികളുടെ നാവിൻ തുമ്പത്തിലേക്ക് ഇപ്പോഴും ഓടിയെത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ അത് ഒറ്റ വരിയിൽ അത് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അത്രയും വലിയ ഒരു സ്ഥാനം മലയാളികളുടെ മനസ്സിൽ നേടിയൊരു ഗായകൻ ഇനിയില്ല. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായി പറയേണ്ടത്. കാര്യം, സംസ്കാര നടപടികൾ സംബന്ധിച്ചുകൊണ്ട് ഇന്നലെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ ചേർന്ന്, തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഇന്ന്
8 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുക. പൂങ്കുന്നത്തെ ഗുൽമോഹർ എന്നുള്ള ഫ്ലാറ്റിലേക്ക് തറവാടിനടുത്ത് ഉള്ള വീട്ടിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആദ്യമായി എത്തിക്കുക. ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമായിരിക്കും അവിടെ പൊതുദർശനത്തിലും മറ്റും അല്ലെങ്കിൽ ആ വീട്ടുകളിലേക്ക് ഉണ്ടായിരിക്കുക. അവിടേക്ക് നിരവധി ആളുകൾ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്തുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്, അറിയിച്ചിട്ടുള്ളത്. 8 മണി മുതൽ 10 മണി വരെ വീട്ടിൽ സൂക്ഷിക്കുന്ന മൃതദേഹം അവിടെ നിന്നും 10 മണിയോടുകൂടി സംഗീത നാടക അക്കാദമിയിലേക്ക് എത്തും. സാംസ്കാരിക നഗരത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരും ജില്ലയ്ക്ക് പുറത്തു നിന്നും സംസ്ഥാനത്ത് നിന്ന് പുറത്തു നിന്നുമുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ഈ സംഗീത നാടക അക്കാദമിയിലേക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 12:30 മൃതദേഹം വീണ്ടും പൊതുദർശനത്തിന് ശേഷം പൂങ്കുന്നത്തെ വീട്ടിലേക്ക് തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 8 മണി വരെയും ഈ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ 8 മണി വരെയുള്ള സമയത്ത് വീണ്ടും പൊതുദർശനം പൂങ്കുന്നത്തെ വീട്ടിൽ തുടരും. അതിനുശേഷം നാളെ 8 മണിയോടുകൂടിയായിരിക്കും എറണാകുളം ചേന്ദമംഗലത്തുള്ള സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകുക. നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3:30 വരെയുള്ള സമയത്ത് മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. അവിടെയും മലയാളികൾക്ക്, സംഗീത പ്രേമികൾക്ക്, ആരാധകർക്ക്, പൊതുജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തിനെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള സമയമുണ്ട്. ആ സമയത്ത് ശേഷം 3:30 ഔദ്യോഗിക ബഹുമതികളോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് മലയാളത്തിന് മറക്കാനാവാത്ത ആ ശബ്ദമാധുര്യം ഇനിയില്ല എന്നുള്ള കാര്യം ദുഃഖകരമായി തന്നെ നമുക്ക് ഓർത്തെടുക്കേണ്ടി വരും. ആതിര, അങ്ങനെ തന്നെയാണ്. നിരവധിയായ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ ഭാവഗായകനാണ് 80-ാം വയസ്സിൽ നമ്മോട് വിട പറയുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 16,000-ത്തിലധികം ഗാനങ്ങളാണ് അദ്ദേഹം ആരാധകർക്ക്, പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എപ്പോഴും യുവത്വം നിറഞ്ഞു നിൽക്കുന്ന സ്വരമാധുര്യം കൊണ്ട് പ്രേക്ഷകരെ, ആസ്വാദകരെ പിടിച്ചിരുത്തുന്ന ഗാനശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭാവഗായകൻ എന്നല്ലാതെ മറ്റൊരു വിശേഷണവും അദ്ദേഹത്തിന് പറഞ്ഞാൽ അത്രയും പ്രേക്ഷകരെ സ്വാധീനിച്ച ഒരു അതുല്യ പ്രതിഭയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നഷ്ടമായിരിക്കുന്നത്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഗായകരെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. ലെവിൻ, സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ ഇത്തരത്തിലാണ് ക്രമീകരണങ്ങൾ, പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ. അതിലെ പൊതുദർശനം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ആരംഭിക്കുക. രാവിലെ 8 മണിയോടുകൂടി തൃശ്ശൂർ പൂങ്കുന്നത്തെ തറവാട് വീട്ടിൽ സമീപമുള്ള ഫ്ലാറ്റിൽ തന്നെയായിരിക്കും മൃതദേഹം ആദ്യം എത്തിക്കുക. ഇന്നലെ അദ്ദേഹം അവിടെ നിന്നുമാണ് തൻ്റെ വീട്ടിൽ നിന്നുള്ള അവസാന യാത്ര നടത്തിയത്, അല്ലെങ്കിൽ അവസാന യാത്ര തുടങ്ങിയത് എന്ന് വേണം നമുക്ക് പറയാൻ. ആ വീട്ടിലേക്ക് തന്നെ ഭാവഗായകൻ്റെ മൃതദേഹം എത്തിക്കും. രാവിലെ 8 മുതൽ 10 മണി വരെയുള്ള സമയത്ത് അവിടെയായിരിക്കും മൃതദേഹം ഉണ്ടാകുക. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തെ സ്വന്തം വീട്ടിൽ വെച്ച് അവസാനമായി കാണാനുള്ള സൗകര്യമാണ് ആദ്യമായി ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം 10 മണിയോടുകൂടിയായിരിക്കും സംഗീത നാടക അക്കാദമിയിലേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി എത്തിക്കുക. തൃശ്ശൂരിൻ്റെ തന്നെ വേറിട്ട സാന്നിധ്യമായിരുന്നു, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. ആരോഗ്യമുള്ള കാലങ്ങളിലെല്ലാം ഈ ജില്ലയ്ക്ക് പുറമെ മറ്റെല്ലാ മേഖലകളിലും അദ്ദേഹം ഇടപെട്ടിരുന്നെങ്കിലും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരും സംഗീത പ്രേമികളുമായൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു അദ്ദേഹം. പുറമെ മുൻചുണ്ടിക്കാരനെന്ന് പറയുമ്പോഴും തൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകളുമായും ബന്ധം പുലർത്തി പോകുന്ന, അടുത്ത സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ആളായിരുന്നു പി ജയചന്ദ്രൻ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. ഇന്നലെ നമ്മളോട് പ്രതികരണം നടത്തിയ മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞത് പി ജയചന്ദ്രൻ ഏതെങ്കിലും ഒരു
രാഷ്ട്രീയ ചായ്വോടുകൂടി അല്ല അനുഭാവത്തോടു കൂടി ഒരു ഗാനം ആലപിച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്നായിരുന്നു. അന്തിക്കാട് രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഗാനാലാപനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ ഏക രാഷ്ട്രീയ ഗാനാലാപനം അത് CPI-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPI പുറത്തിറക്കിയ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഒരു വിപ്ലവഗാനം എന്നുള്ള നിലയിൽ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടിയായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി അദ്ദേഹം എല്ലാവരുമായി അടുപ്പം സ്ഥാപിച്ചു പോകുന്നുണ്ടെങ്കിലും അത്തരത്തിൽ രാഷ്ട്രീയ അനുഭാവങ്ങളിൽ നിന്നൊക്കെ പൊതുവെ മാറി നിൽക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ജീവിതത്തിലെ ഏക ഒരു രാഷ്ട്രീയ അനുഭാവത്തോടുകൂടി ചായ്വോടുകൂടി പാടിയൊരു സന്ദർഭത്തെ കെ സുനിൽകുമാർ ഓർത്തെടുത്തു. അത്തരത്തിലുള്ള നിരവധിയായ മനുഷ്യർക്ക് ഒട്ടേറെ അനുഭവങ്ങളാണ് ഗായകനായിട്ടുള്ള ഗായകനായിട്ടുള്ള പാലിയത്ത് ജയചന്ദ്രനുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം ഗാനങ്ങൾ കൊണ്ട് ഇടം പിടിച്ച പോലെ തന്നെ മറ്റുള്ള അടുപ്പം പുലർത്തുന്ന സൗഹൃദം പുലർത്തുന്ന ആളുകളുടെ മനസ്സിൽ അദ്ദേഹം തൻ്റെ സാന്നിധ്യം ഊട്ടിയുറപ്പിച്ചത് പല വിധത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എപ്പോഴും ജയചന്ദ്രന് ചില ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എപ്പോഴും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറയും. താൻ ആരുടെയെങ്കിലും മുൻപിൽ തലകുനിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആർക്കെങ്കിലും മുന്നിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ ഗുരുവായിട്ടുള്ള ദേവരാജൻ മാഷിന് മുന്നിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കുന്നു. ഏതായാലും മലയാളികളെ സംബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീത പ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇത്ര മാധുര്യമുള്ള ശബ്ദത്തിൽ ആര് മലയാളത്തിൽ ഗാനങ്ങൾ ആലപിക്കുമെന്നുള്ളൊരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്ന് നമുക്ക് അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം ജയചന്ദ്രൻ എന്ന മഹാപ്രതിഭയ്ക്ക് പകരം വയ്ക്കാൻ ആളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജയചന്ദ്രന് നമ്മൾ പാടുന്ന ദൃശ്യങ്ങൾ പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടത് മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. രോഗബാധിതനായി ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പാടുന്ന ജയചന്ദ്രൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. ഏത് നിലയിലാണെങ്കിലും സംഗീതത്തിൻ്റെ മേഖലയിൽ തനിക്ക് എത്ര അവശനാണെങ്കിൽ പോലും ആ സംഗീത സബരിയോടുള്ള മനസ്സ് തുറന്ന് പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയ ഗായകനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ ഓർക്കാതിരിക്കാനാവില്ല. ഇന്ന് അദ്ദേഹത്തെ പ്രാഥമിക ചികിത്സകൾക്ക് ആദ്യം നൽകിയ പ്രശസ്ത ഡോക്ടറായിട്ടുള്ള ഗംഗാധരൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചികിത്സയുടെ ആദ്യഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ തനിക്ക് പാടാനാകുമോ, പാടാൻ അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു അദ്ദേഹം അർബുദബാധിതനായി രോഗബാധിതനായ ആശുപത്രിയിൽ എത്തുമ്പോഴും അദ്ദേഹം പറഞ്ഞത്. അതായത് ആശുപത്രിയുടെ ഒരു ഇടവേള നൽകിയാൽ സ്റ്റുഡിയോയിൽ പോയി ഗാനം റെക്കോർഡ് ചെയ്ത് മടങ്ങി വരാമെന്നുള്ള അത്തരത്തിലുള്ള മനസ്സുകൂടി കാട്ടിയ ആളായിരുന്നു അദ്ദേഹം. ആ വാക്കുകൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ അറിയാം സംഗീതവുമായി എത്രമാത്രം ആത്മബന്ധം പുലർത്തി പോകുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തെ പറയാനോ അളക്കാനോ നമ്മൾ ആളുകളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ അത് ഒട്ടനവധി കയറ്റിറക്കങ്ങളുടെ കൂടി കാലഘട്ടമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം 5 വട്ടം അദ്ദേഹം നേടി. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമണി പുരസ്കാരം അത്ര തന്നെ പ്രാവശ്യം അദ്ദേഹം നേടി. ഒട്ടനേകം പുരസ്കാരങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കിയപ്പോഴും ഒരു ദേശീയ ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തിയില്ല എന്നുള്ളത് അല്പം ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ തരത്തിൽ മലയാളത്തിലെ ഇതിഹാസ തുല്യരായിട്ടുള്ള ഒട്ടേറെ സംഗീത പ്രതിഭകൾക്കൊപ്പം അവസരങ്ങളും വേദികളും പങ്കിട്ട പാലിയത്ത് ജയചന്ദ്രൻ തമിഴ് സിനിമയിലെ ഇന്ത്യൻ സിനിമയിലെ ലോകത്തിൻ്റെ ഐക്കൺ സ്റ്റാറായിട്ടുള്ള AR റഹ്മാനോടൊപ്പവും നിരവധി സൂപ്പർ ഗാനങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സംഗീത പ്രേമികൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംഗീത മേഖല എത്രമാത്രം വിശാലമായിരുന്നു, എത്രമാത്രം തെളിമയുള്ളതായിരുന്നു എന്നൊക്കെ നമുക്ക് ഓർത്തെടുക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം 16,000 ഗാനങ്ങൾ എന്ന് പറയുന്നത് അതിൽ എല്ലാ തരത്തിലുള്ള സിനിമാ പിന്നണി ഗാനങ്ങൾക്കൊപ്പം തന്നെ ഭക്തി ഗാനങ്ങളുണ്ട്, ഭാവഗാനങ്ങളുണ്ട്, അത്തരത്തിൽ പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, അങ്ങനെ എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഗീതശാഖയിലെ കൈതൊടാത്ത മേഖലകളില്ലാത്ത വ്യക്തിത്വമായിരുന്നു പാലിയത്ത് ജയചന്ദ്രൻ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല. അദ്ദേഹം ഇനി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ദുഃഖത്തോടു കൂടിയായിരിക്കും പറയേണ്ടി വരിക. ഓർമ്മകളിലേക്ക് മടങ്ങുന്ന ഭാവഗായകന് ന്യൂസ് മലയാളത്തിൻ്റെ അന്ത്യാഞ്ജലി നമുക്ക് ഒരിക്കലും അത്തരത്തിൽ തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. നിലവിലെ തീരുമാനങ്ങൾ അനുസരിച്ച്
അനുസരിച്ചുകൊണ്ട് നിലവിൽ സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് അല്പസമയങ്ങൾക്കകം രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. പൂങ്കുന്നത്തെ ഫ്ളാറ്റിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ നിന്നും സംഗീത നാടക അക്കാദമിയിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. രാവിലെ 10 മുതൽ 12:30 വരെയുള്ള സമയത്ത് സംഗീത നാടക അക്കാദമിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വീണ്ടും പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കും. മറ്റന്നാൾ രാവിലെ 8 മണി വരെ മൃതദേഹം പൂങ്കുന്നത്തെ വീട്ടിൽ തുടരും. അവിടെ നിന്നും എറണാകുളം പറവൂരിലുള്ള ചേന്ദമംഗലത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് നാളെ രാവിലെ 8 മണിയോടുകൂടി മൃതദേഹം കൊണ്ടുവരും. വൈകിട്ട് 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആതിര. ശരി, എന്തായാലും അന്തരിച്ച മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ ഒരുങ്ങുകയാണ് കലാകേരളം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.